സിനിമയുടെ 100 വർഷത്തെ ചരിത്രമെടുത്താൽ എണ്ണമറ്റ സൂപ്പർ സ്റ്റാറുകളും അതിനൊത്ത പ്രതിഭകളും ഒക്കെ പല ഇൻഡസ്ട്രികളിലായി ഉദയം ചെയ്തിരുന്നു. പാൻ ഇന്ത്യ എന്ന ആശയം ഉടലെടുത്തിട്ട് അധികകാലമായിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയൊട്ടാകെ ആരാധക വൃന്ദം വളർത്തിയെടുത്ത താരങ്ങളുമുണ്ട്. രജനിയും കമൽഹാസനും അമിതാഭ് ബച്ചനും ഒക്കെ അത്തരം താരങ്ങളാണ്. അതിൽ അമിതാഭ് ബച്ചൻ തന്നെയാണ് സീനിയർ. എന്നാൽ അമിതാഭ് ബച്ചന്റെ വമ്പൻ ഹിറ്റുകൾ റീമേക്ക് ചെയ്ത നായകവേഷം ചെയ്തു തുടങ്ങിയ രജനീകാന്ത് തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും രീതികൾ കൊണ്ടും മറ്റുള്ള താരങ്ങളെക്കാൾ വളരെ വേഗത്തിൽ കരിയറിൽ മുന്നേറി. അതിന് കാരണം രജനീകാന്ത് തന്റേതായ വഴി തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ്. 70കളിൽ ശുഭിത യൗവനത്തിന്റെ പ്രതീകമായി അമിതാഭ് ബച്ചൻ ചിത്രങ്ങൾ ഇന്ത്യയൊട്ടാകെ തയ്യാറടിച്ചപ്പോൾ 80കളിൽ അത് രജനിയുടെ കൈവശം ഭദ്രമായിരുന്നു. അങ്ങനെ തുടങ്ങിയ സൂപ്പർ താരം ബച്ചനേക്കാൾ വലിയ താരമായി മാറിയെന്നത് അതിലും കൗതുകകരമായ ഒരു വസ്തുതയാണ്. നിലവിൽ പോലും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആരെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും രജനിയുടെ പേര് തന്നെയാവും പറയുക. 1980-ൽ അമിതാഭ് ബച്ചന്റെ ചിത്രമായ ഡോണിന്റെ റീമേക്കായ ബില്ലയിൽ അഭിനയിച്ചതോടെയാണ് രജനി ശരിക്കും താരപദവിയിലേക്ക് വളർന്നത്. അതുവരെയും രജനീകാന്ത് എന്ന നടൻ തമിഴ് ചെയ്തത് കൂടുതലും വില്ലൻ വേഷങ്ങളായിരുന്നു. അത് തന്നെയാണ് ബില്ലയിലേക്ക് രജനിയെ കൊണ്ടുവരാൻ നിമിത്തമായതും. ചിത്രം വമ്പൻ ഹിറ്റായതോടെ രജനീകാന്ത് അറിയപ്പെട്ടു തുടങ്ങി. പിന്നീടുള്ള വർഷങ്ങളിൽ അമിതാഭിന്റെ ഹിറ്റുകളുടെ റീമേക്കായ 6 സിനിമകളിൽ കൂടി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. എല്ലാം തന്നെ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വാണിജ്യ വിജയമായി. 1981-ലെ ഹിറ്റായ ലവാരിസിനെ അടിസ്ഥാനമാക്കി 1990-ൽ പുറത്തിറങ്ങിയ പണക്കാരനായിരുന്നു അമിതാഭ് ബച്ചൻ സിനിമ അവസാനമായി രജനീകാന്ത് റീമേക്ക് ചെയ്തത്. ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ 1990-ൽ അമിതാഭിനൊപ്പം ഹിന്ദിയിൽ ഹിറ്റായ ഹം എന്ന ചിത്രത്തിൽ രജനീകാന്ത് അഭിനയിക്കുകയും ചെയ്തു എന്നതാണ്. വയസ്സ് 70 പിന്നിട്ടെങ്കിലും ഇപ്പോഴും തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് രജനീകാന്ത്. അദ്ദേഹത്തിന് എതിരാളികൾ കമൽഹാസനും ദളപതി വിജയും മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സിനിമയ്ക്ക് 200 കോടിയിലധികം രൂപയാണ് താരം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2023-ൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു രജനി. നിലവിൽ ആസ്തിയുടെ കാര്യത്തിലും താരം മുന്നിലാണ്. 500 കോടിയിലധികം രൂപയുടെ സമ്പാദ്യം താരത്തിന് ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.